എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാശി എന്ന് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസിൽ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് ഒരു തൊഴിൽ നമുക്ക് തരുമ്പോൾ ആ തൊഴിലിന് കൃത്യമായിട്ട് നമ്മൾ ജോലി ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഷോകളിലൊക്കെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളതും ഗെയിമിൽ തന്നെയാണ്. നാദറയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ആ ഗെയിം അങ്ങനത്തതാണ്. ഇപ്പം മതവും രാഷ്ട്രീയവും പാടില്ല എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ജെൻഡർ പൊളിറ്റിക്സോ ബോഡി പൊളിറ്റിക്സോ ഒക്കെ പറയുമ്പോഴത്തേക്കും അത് ആഡ് ഓൺ ആയി ഇതിനകത്ത് വരുന്നതാണ്. അതിനകത്തും റേസിസം ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരത് കട്ട് ചെയ്യും. അത്തരത്തിലുള്ള വലിയ വലിയ വിഷയങ്ങളൊക്കെ അവർ കട്ട് ചെയ്യും. അത്തരത്തിലൊരു അനുഭവം എനിക്ക് സീസൺ 1 ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ലേഡി കണ്ടസ്റ്റന്റിൽ നിന്ന് തന്നെ സവർണ ഇതിനകത്ത് എന്നെ കറുപ്പ് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഞാൻ എതിർത്തിട്ടുണ്ട്. പക്ഷെ എതിർത്ത ഇടങ്ങളൊന്നും വെളിയിൽ വന്നിട്ടില്ല. അപ്പൊ ഈ ഷോനകത്ത് ഒരു ലിമിറ്റേഷൻ കഴിഞ്ഞാൽ നമ്മളിനി പറഞ്ഞാൽ പോലും പലതും വെളിയിൽ വരില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. എല്ലാവരും മനസ്സിലാക്കണം. ഇപ്പൊ എനിക്ക് തോന്നുന്നു നാദറിനോട് ഏത് രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് ആ കുട്ടിക്ക് സാധിക്കും. ആ കുട്ടി അത് പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടാവും. പക്ഷെ എത്ര ടെലികാസ്റ്റ് ചെയ്യണം എന്നുള്ളത് അവർ നിശ്ചയിക്കും. ലൈവ് പോലും എഡിറ്റഡ് ആണ്. അവിടെ എങ്ങനെയാണ് അവൾ പറഞ്ഞില്ല എന്നുള്ള വിമർശനത്തിന് ഞാൻ തള്ളിക്കളയുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അഖിലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും, അഖിലിന്റെ പ്രവൃത്തികളുണ്ടാവും. ഇതിനൊക്കെ നമ്മൾ വിമർശന വിധേയമായി കേരളം നോക്കിക്കാണുന്നുണ്ട്. അഖിലിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അഖിൽ അതിൽ പ്രധാനപ്പെട്ട കണ്ടസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ഫൈനൽ 5ലേക്ക് പോകുന്ന പ്രതീക്ഷിക്കുന്ന ഒരാളും കൂടിയാണ്. പക്ഷേ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിന്റെയൊക്കെ വിമർശനങ്ങൾ അതിനുള്ളിലും പുറത്തുമൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ നാദരയും ഒരു ഘട്ടത്തിൽ അഖിലിനെ ശക്തമായിട്ട് എതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് നാദരയൊക്കെ. അപ്പോൾ പൊളിറ്റിക്കലി ചില കാര്യങ്ങൾ യോജിക്കാൻ പറ്റായിക വരുന്ന ചില സിറ്റുവേഷൻസിൽ അത്ര കടുപ്പമുള്ള രീതിയിൽ അഖിലിനെയൊക്കെ വിമർശിക്കുന്നതായിട്ട് തോന്നുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അഖിലിനെയും കൂടെ നോക്കിയിട്ട്, അഖിൽ എന്ന് പറയുന്ന ബിഗ് ബോസിൽ കാണുന്ന അല്ലെങ്കിൽ പുറത്ത് കാണുന്ന ഒരു അഖിലിനെ കൂടെ വിമർശന വിധേയമാക്കി പറയാവോ? ഒന്നാമത്തെ കാര്യം, അഖിൽ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഐ നോ അഖിൽ അതിനുള്ളിൽ കളിക്കുന്നത് ഒരു വലിയ ഗെയിമാണ്. ശരിക്കും അഖിൽ ഭയങ്കര ഒരു ഹ്യൂമൻ കൺസേൺ ഉള്ള ഒരാളാണ്. സാധാരണ ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള പല കണ്ടസ്റ്റന്റുകളും പല സീസണുകളിലും നമ്മുടെ ഇടയിൽ വന്നു പോയിട്ടുണ്ട്. ഇപ്പൊ സാബു ചേട്ടൻ ഒരുപാട് ആൾക്കാർ വിമർശിച്ചു. അന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞത്, സാബുമോൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി ആയാലും അയാൾ ഒരു ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ അയാൾ മറ്റൊരു ചപ്പാത്തി അവിടെ വച്ചിരിക്കും എനിക്ക് കഴിക്കാൻ വേണ്ടി. ഞാൻ ഇത്തിരി ആഹാരം കഴിക്കുന്ന ഒരാളാണ്. ആള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിന് വേണ്ടിയിട്ട് പലതരത്തിലും ആള് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നതല്ലാണ്ട് ആള് ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. കഴിച്ചോ, എടുത്തോ, എന്താ, ഏതാ, ഇങ്ങനെയൊക്കെ അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ വിഷയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്.